എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ദൂരദേശങ്ങളിലേക്ക് പോകുന്നവരെ മിക്കവരും നമ്മുടെ വീടുകളിലുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. 3 ആഴ്ച വരെ 1 മാസം വരെയും കേടാവാത്ത ഒരു ഫ്രൈ ആണ്. അത് ഫ്രിഡ്ജിൽ വെക്കുകയൊന്നും വേണ്ട. 3 ആഴ്ച വരെ വെളിയിലിരുന്നാൽ ഒരു വിധത്തിലും കേടാകുകയില്ല. നമുക്ക് വെളിയിലേക്ക് നമ്മുടെ വീടുകളിൽ പോകുന്ന കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ദൂരദേശങ്ങളിലേക്ക് കൊടുത്തുവിടാം. ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്ക് നമുക്ക് കൊടുത്തുവിടാനുണ്ടെങ്കിലും അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ഫ്രൈ ആണ്. അത് മറ്റൊന്നുമല്ല, കക്ക ഇറച്ചിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന രീതി നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടു നോക്കാം. ഓക്കെ, എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ കക്കയിറച്ചിയെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് ഞാൻ അതായത് കുത്തി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇതിനകത്ത് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഞാനങ്ങ് കളഞ്ഞത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് കുക്കറിൽ എല്ലാം കൂടി ഇട്ടൊന്ന് വേവിച്ചിട്ട് തിരിച്ചു വരാം. അതിന് വേണ്ട സാധനങ്ങൾ ഇത് ഇത്രയും ചെറിയ ഉള്ളിയുണ്ട്. ഞാൻ നമ്മുടെ കൈക്ക് ഒരു പിടി ചെറിയ ഉള്ളി കഴുകി വെച്ചിരിക്കുകയാണ്. കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത് 1 കപ്പ് തേങ്ങ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഈ കക്കയിറച്ചി കുക്കറിനകത്തിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. മഞ്ഞപ്പൊടിയും കുരുമുളകും കൂടെ ഇട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഇത്രയും സാധനം കൂടെ ഒന്ന് ചതച്ച് വരട്ടെ. വീഡിയോയിൽ വെച്ച് ചതച്ച് എടുത്തുകൊണ്ട് വരാം. ബാക്കി സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യുമ്പം കാണാം. ഓക്കെ, തിരിച്ചു വരാം. നമ്മൾ ഇനിയിപ്പോൾ കക്കയിറച്ചി വെള്ളം വറ്റിക്കാൻ വേണ്ടി 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ വെള്ളം വറ്റി പൊട്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇപ്പം കടുക് പൊട്ടി എണ്ണയ്ക്കകത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി എല്ലാ സാധനവും കൂടി ഇതിനകത്തിട്ട് ഇഞ്ചി എല്ലാം കൂടെ. അപ്പോൾ ഇത് ഈ എണ്ണയിൽ കിടന്ന് വാടട്ടെ. നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കക്കയിറച്ചിതായിരിക്കുന്നു. ശരി, അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് വരട്ടെ. എന്നിട്ട് തിരിച്ചു വരാം. ഇത് നമ്മുടെ ഉള്ളി മെറൂൺ കളറാണ്. എണ്ണയ്ക്കകത്ത് നല്ലപോലെ ഒന്ന് മൂക്കണം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ സർവ്വസുഗന്ധിയുടെ ഇല ഇടുന്നുണ്ട്. ഇനി കറിവേപ്പില സർവ്വസുഗന്ധിയുടെ ഇലയും കൂടി ഇതിനകത്തിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ചുടന്ന് മൂക്കട്ടെ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ചീത്തയാവും. ഉള്ളി മൂത്തില്ലെങ്കിൽ കക്കയിറച്ചി 1 ആഴ്ച 2 ആഴ്ച വരെ ഒന്നും ഇരിക്കത്തില്ല. അപ്പോൾ ഈ സർവ്വസുഗന്ധിയും കറിവേപ്പിലയും ഇട്ട് ഉള്ളി ഒന്നുകൂടെ മൂപ്പിച്ചതിന് ശേഷം തിരിച്ചു വരാം. ഓക്കെ, അപ്പം നമ്മളിനി തേങ്ങ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുകയാണ്. ജലാംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്തയാകും. ഈ രീതിയിൽ നമ്മൾ തേങ്ങ നല്ലതുപോലെ വറുത്തെടുത്താൽ 3 ആഴ്ച വരെ ഇരിക്കും. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇടാം. ഇപ്പം ഞാൻ ഇത്രയും പെപ്പർ ഇട്ട്, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി. നല്ല തീയുള്ളതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഞാനിതെല്ലാം കൂടെ ഇട്ട് വരട്ടാൻ പോവാണ്. ഇതിനകത്ത് ഞാൻ മല്ലിപ്പൊടി മാത്രം ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ സാധനം എല്ലാം കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മുടെ കക്കയിറച്ചി ഇതേണ്ട ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം ഞാനിത് ഉപ്പും പിന്നെ കുരുമുളക് പൊടിയും എല്ലാം കൂടി ഇട്ടാണ് കുക്കർ നല്ലതുപോലെ വേവിച്ചതിന് ശേഷമാണ് ഇത് വറുത്തത്. അപ്പം ഞാൻ ഉപ്പിടുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടില്ലായിരുന്നു. അത് ഞാൻ പിന്നെ ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ താളിച്ചപ്പോൾ അതിനകത്ത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് വാങ്ങട്ടെ. ഇത് നമ്മുടെ കക്കയിറച്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഈ രീതി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ നിന്ന് എല്ലാവരും ദൂരദേശങ്ങളിൽ പോകുന്നവരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇതുപോലെ ചെയ്തു കൊടുത്താൽ 1 മാസം അല്ലെ 3 ആഴ്ച വരെ ഉറപ്പായിട്ട് ഇതിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ മാത്രം വെക്കരുത്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ ഇത് ചീത്തയാവും. വെളിയിൽ വെച്ചിരുന്ന ഒരു ബോട്ടിലിനകത്ത് അടച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോൾ ആദ്യം കക്കയിറച്ചി നമ്മൾ പിന്നെ കണ്ടല്ലോ വെളിച്ചെണ്ണയ്ക്കകത്ത് നല്ലതുപോലെ ഇട്ട് വറുത്തെടുക്കണം. വെള്ളമയം പറ്റിച്ചിട്ട്
വേണം ഇതെടുക്കേണ്ടത്. അങ്ങനെ വറ്റി കഴിയുമ്പോഴത്തെ അതുപോലെ തന്നെ തേങ്ങയും നല്ലപോലെ വറുത്തെടുക്കണം. ആ തേങ്ങയുടെയും വെള്ളം വറ്റണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.